രാജ്യത്ത് തന്നെ മാതൃകയായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ രൂപപ്പെടണം എന്ന് തമിഴ്നാട് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനം മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മിറ്റികൾ രൂപപ്പെട്ട് പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യമാണ് ഇപ്പോൾ ദേശവ്യാപകമായിട്ട് തന്നെ ഉയർന്നു വരുന്നത്. ബോളിവുഡിൽ ഉൾപ്പെടെ ഇതിൻ്റെ പ്രതിഫലനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ രംഗത്ത് മാതൃകാപരമായ നടപടിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ കാണുകയാണ്. വരും നാളുകളിൽ കേരളത്തിൻ്റെ ഈ ഇടപെടൽ മാതൃകാപരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലയാള സിനിമ ലോകോത്തരമായ തലത്തിലേക്കാണ് ഉയരുന്നത് എന്നത് നമ്മൾ കാണുന്നുണ്ട്. മലയാള സിനിമ രംഗമാകെ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന പ്രവണതയും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും വലിയ പ്രതിഭകളെ സംഭാവന ചെയ്യുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. 2024 ജൂൺ 28 എക്കണോമിക്സ് വാരിക ഇന്ത്യയിലെ സിനിമയുടെ ഹബ്ബായി മലയാള സിനിമ മാറുന്നു എന്നതിനെപ്പറ്റിയുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എണ്ണത്തിലും ഗുണത്തിലും മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ മുന്നിലേക്കാണ് വരുന്നതെന്ന് അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം പറയുകയാണ്. 2023 200 സിനിമകൾ മലയാളത്തിലുണ്ടായി. ഇത് ഏകദേശം ഹോളിവുഡ് സിനിമകളുടെ എണ്ണത്തിന് തുല്യമാണ്. സിനിമക്കായി ജീവിതം സമർപ്പിച്ച നിരവധി പേരുടെ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെയാണ് മലയാള സിനിമ വളർന്നു വന്നത്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സിനിമാ രംഗം ഏറെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒന്നായിരുന്നു. സിനിമകൾക്ക് പ്രേക്ഷകരില്ലാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏതാനും A ക്ലാസ് തിയേറ്ററുകളിൽ മാത്രമാണ് അന്ന് റിലീസിംഗ് ഉണ്ടായിരുന്നത്. വൈഡ് റിലീസിംഗ് നടപ്പിലാക്കണം എന്ന നിർമ്മാതാക്കൾക്കും അതുപോലെ തന്നെ തിയേറ്റർ ഉടമകൾക്കുമുള്ള അവരുടെ ഡിമാൻഡ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാനായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എല്ലാ ക്ലാസുകളിലും പെട്ട തിയേറ്ററുകളിലും ചിത്രം റിലീസാവുക എന്നത് അംഗീകരിക്കപ്പെട്ട നില വന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളിലെല്ലാം നവീകരിച്ച് കിഫ്ബി പദ്ധതിയോടുകൂടി അത് ഫലപ്രദമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. സർക്കാർ തലത്തിൽ തന്നെ OTT പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് കേരളത്തിലാണ്. മലയാള സിനിമയെ ശക്തിപ്പെടുത്തുകയും തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന നടപടി ഗവൺമെൻറ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്.